എന്റെ ലൈഫ് നശിപ്പിച്ചത് നീയാ. എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച സിദ്ധുവിനെ നീ കൊണ്ടുപോയി. എനിക്ക് ജീവിക്കാനുള്ള വഴിയും നീയായിട്ട് അടച്ചു. നീ കെട്ടിയെടുത്തങ്ങ് സൊണാലി ബംഗ്ലാവിലോട്ട് വരുമല്ലോ. കാണിച്ചു തരാൻ ഞാൻ. സൊണാലിയിലെ ഉപ്പും ചോറും തിന്നുന്നവളാ ഞാനും. നമുക്ക് അവിടെ കാണാം. ശരി, വെട്ടോ. പൂജ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഹലോ. ഹലോ. ഞാൻ ശരത്തേട്ടന്റെ കാര്യം ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. എന്താണ് ആലോചിച്ചത്? ഭാവന ചേച്ചിയും പ്രതിഭ ചേച്ചിയും കൂടെ ഭയങ്കര വഴക്കിട്ട പോയത്. എന്ത് പറഞ്ഞ അവര് വഴക്കിട്ടത്? ഞാൻ കാരണമാ ശരത്തേട്ടന് മുന്നുമായുള്ള കല്യാണം മുടങ്ങിയെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അതെ, അവർ രണ്ടുപേരും കൂടി ഇവിടെയും വന്നിരുന്നു. ഭയങ്കര ഷോ ഒക്കെ കാണിച്ചിട്ടാ പോയത്. പക്ഷെ നമ്മുടെ ആമിയുണ്ടല്ലോ, നല്ല വൃത്തിക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. എടോ, ഇയാള് കാരണമല്ലല്ലോ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചത്. അത് ഇയാൾക്കും അറിയാം, എനിക്കും അറിയാം. പോവാൻ പറ. പേര് ദോഷം ഉണ്ടാവുമ്പോ എനിക്കല്ലേ ദോഷം. അതുകൊണ്ട് ശരത്തേട്ടൻ ഇനി എന്നെ വിളിക്കണ്ട. പപ്പ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടോ എടോ താനിങ്ങനെ വിഷമിക്കില്ലേ? താനല്ല സ്മാർട്ട് കുട്ടിയല്ലേ. അവളുമാര് ബഹളം വെക്കോ പ്രശ്നം ഉണ്ടാക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, നേരെ അവളുമാരുടെ മുഖത്ത് നോക്കി അപ്പങ്ങ് പറയണം ശരത്തേട്ടന് ഇഷ്ടമാണെന്ന്. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഞാനങ്ങനൊന്നും പറയില്ല. അതെ, സിദ്ധുവേട്ടൻ വരുന്നുണ്ട്. ഞാനേ സിദ്ധുവേട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഏട്ടനറിയാം എന്ത് ചെയ്യണമെന്ന്. ശരി. ഹലോ. അതെ, ഹലോ. അപ്പൂന്റെ തന്തയിലാണ് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. നമ്മള് വിചാരിച്ചതൊന്നുമല്ല, അതിന്റെ അപ്പുറത്താ. ഞാൻ അതിനെപ്പറ്റി നമ്മുടെ ആനന്ദം വല്യമ്മയില്ലേ, അവരോട് ചോദിച്ചു. അവര് പറയാട്ടോ, അവളുടെ തള്ളയുടെ പെൻഷൻ കാശില്ലേ, നമ്മൾ എത്രയോ തുകയുണ്ടെന്ന്. അയാൾ എന്ത് കോൺട്രാക്ടർ ആയിരുന്നു റെയിൽവേയില്. അയാള് കോൺട്രാക്ടർ ആയിരുന്നില്ലേ, റെയിൽവേ കോൺട്രാക്ടർ. അത് മാത്രല്ല, ഗവൺമെന്റ് കോൺട്രാക്ടർ മാത്രല്ല, പുള്ളിക്കാരന് എഞ്ചിനീയറും കൂടിയായിരുന്നു. ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസും ഇതുപോലെ പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ടാവും നമ്മൾ അറിയാത്തത്. എന്നാലേ ഈ പറയുന്ന പൈസയൊന്നും സൊനാലിക്കാർക്ക് ആവശ്യമില്ലല്ലോ. അതെന്തുകൊണ്ട്? അവര് രണ്ടുപേരും ഫാഷൻകാരായതുകൊണ്ട്. അത് വലിയ ബിസിനസ് അല്ലേ. അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എന്താ? അവരുടെ ബിസിനസ് നമ്മുടെ കൽത്തോട്ടായിട്ട് ലയിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. കൽത്തോട്ടത്തിലെ സ്വത്ത് അവിടെ പോയി ലയിക്കാൻ സമ്മതിക്കരുത്. അതായത് അപ്പൂന് സ്വത്ത് എഴുതി കൊടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. എടി, അതിന് ബാലുവിന്റെ ആത്മാവ് ദേ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ. ചത്തുപോയ ബാലു ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിക്കല്ലേ. അതങ്ങനെയല്ല മധുവേട്ടാ. പിന്നെ പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിയനെ പൊക്കുവേ. റിയനെ പൊക്കിയ അവളുള്ളതെല്ലാം പറയും. അതായത് അവള് കൊണ്ടുവന്ന കൊച്ചിന്റെ തന്ത ബാലുവാണെന്ന് പറയും. ബാലുവാണെന്ന് തെളിഞ്ഞ നമ്മള് രണ്ടും രക്ഷപ്പെട്ടോ. അങ്ങനെയാണെങ്കിൽ പോലീസ് റിയയെ പൊക്കുന്നതല്ലേ നല്ലത്. അവള് എവിടെയാണെന്ന് നമുക്ക് ഒരു പിടിയില്ലല്ലോ. അവിടെ കുറച്ച് തെറ്റി മധുവേട്ടാ. എന്താ കാര്യം? അവളെവിടെയാന്ന് നമ്മുടെ ശരത്തിനറിയാം. ആണോ? അതെങ്ങനെ അറിയാം? അവർ രണ്ടുപേരും കൂടി ചെറിയ ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അവൻ ആരെയും
ക്ഷമിക്കണം. മാപ്പ്. അപ്പോ 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 മോളെ ആമി ആമി എന്താ ആമി എന്താ പറ്റേ ബാലു അപ്പോ എന്താ അവൻ ബാലു 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 എന്തുവാ ബാലു മധുവേട്ടാ എവിടെ വാ മോളെ എന്തെങ്കിലും കഴിക്ക്. ഉച്ചക്കേ പട്ടിണിയാ. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. വല്ല അസുഖം വരുത്തി വയ്ക്കല്ലേ. ഒന്നും വേണ്ട ആന്റി. ഹ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. എന്റെ ഇളയ മോളുടെ അതേ പ്രകൃതമാ, പിടിവാശി. രണ്ടും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടാവും. നാട്ടിൽ അച്ഛനെയോ അമ്മയോ കാണണമെന്ന് തോന്നിക്കാണും. അങ്ങനെ ആരും ഇല്ല ആന്റി. ഇതൊക്കെ അങ്ങ് മാറും മോളെ. ദേ, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അച്ഛനും അമ്മയെ എല്ലാവരും വരും. ആരോ വന്നല്ലോ മോളെ. ബാലു ആയിരിക്കും. ബാലുവോ? അതാരാ? ആ മുത്തു, ഞാൻ നോക്കട്ടെ. അതെ, ബാലു ജീവിച്ചിരിക്കേണ്ടെന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. ബാലു തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ കൊച്ചു തിരിച്ചു വന്നാൽ ഞങ്ങൾക്കത് സന്തോഷമല്ലേ? അതെ, ഞങ്ങളുടെ ബാലുമോൻ തിരിച്ചു വന്ന നീ മോതിരൂരി അവക്ക് തിരിച്ചു കൊടുക്കോ? പറ. എന്താ അങ്ങനെ ചോദിച്ചേ? അവനല്ലേ അവകാശി. അവകാശം ഒന്ന് തിരിച്ചു വെച്ചാ തിരിച്ചു കൊടുക്കണ്ടേ? അതല്ലേ എന്റെ ഒരു മര്യാദ അല്ലേ? പറ്റൂല അല്ലേ? അതുകൊണ്ട് അവൻ വരണോ വേണ്ടയോ എന്നുള്ളത് മോൻ ഇവിടെ നിന്നങ്ങ് ആലോചിക്കേ, കേട്ടോ? രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണോന്നാ നീ പറയുന്ന? പറ. ഒന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ടു വഴിയായിട്ട് പിരിയണം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് പോലീസിൽ കീഴടങ്ങണം. എന്നിട്ട് പറ. എന്നിട്ട് നീ എന്താ പോലീസിൽ പറയാൻ പോകുന്നത്? എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ പോലീസിൽ മൊഴി കൊടുക്കും. ഞാനേ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ഓ, ഞാനത് കണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ ഞാൻ തന്നല്ലോ. അല്ല, ഞാൻ വിളിച്ചതേ ഈ 6:30 തന്നെ കറക്റ്റ് ഇറങ്ങണം, ഞാൻ അവിടെ എത്തുമെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ച. അത് എത്ര തവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഷാർപ്പ് 6:30 റെഡി ആയിരിക്കും. താനേ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങും, അലാറം വെച്ചേക്കണം, അത് പറയാൻ വേണ്ടി വിളിച്ച.
എന്റെ അലാറേ എന്റെ ആമിയ. എന്നെ ആമി 5:30 ആവുമ്പോ വിളിച്ചോളൂ. ഓ അതെ, ആക്ച്വലി ഞാൻ വിളിച്ചതേ ഈ 1-2 കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. എന്റെ പൊന്ന് സാറേ, ഡിസൈൻസിന്റെ കാര്യമാണെങ്കിൽ എല്ലാം കൂടി വാരി വണ്ടിക്കകത്തോട്ട് വെച്ചേക്കാം. പോകുന്ന വഴി അതും നടക്കട്ടെ. ഇങ്ങനത്തെ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഈ ചിന്തയാ വട്ട്. അതെ, വട്ട് ജോലിക്കാര്യത്തിലല്ല, വേറെ കാര്യത്തില. എന്തോ? അത് ഞാൻ നാളെ വണ്ടി കയറുമ്പോ പറയാം. വട്ടിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ പറയുന്നതായിരിക്കും നല്ലത്. അല്ല, അത് ഞാൻ നാളെ പറഞ്ഞോളാം. എനിക്കറിയാം, മലകയറ്റം ആയിരിക്കും. അതാണല്ലോ എന്റെ പൊന്ന് സാറേ. ഞാൻ ആ വണ്ടിയിൽ കയറണമെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി വേണം. എന്ത്? 60 കിലോമീറ്ററിൽ താഴെ വണ്ടി ഓടിക്കണം. അതെ, എന്റെ വണ്ടി റൈഡിന് കൊണ്ടുപോകുന്ന വണ്ടിയാ. ഓഫ് റോഡ് പോയാലേ എന്റെ വണ്ടി ഒന്ന് ആനന്ദിക്കും. അതുകൊണ്ട് 130 താഴെ ഇയാള് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിലേ ആ വണ്ടിയിൽ കൂടെ കൊണ്ടുപോവാൻ വേറെ ആളിനെയും കൂടി സാർ നോക്കിക്കോ. ഹലോ ഹലോ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങളാ. ഹലോ, കഴിക്കണ്ടേ? എനിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഇതാ. എങ്ങനെയുണ്ട്? അതെ, കുറച്ച് ഫാസ്റ്റിംഗും കൂടെയൊക്കെ ശീലിക്കണം. ഡയറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. അല്ല, ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ നിന്നാണോ ഫുഡ് കഴിക്കുന്നത്? താനങ്ങനെ സാധാരണ സ്ഥലത്തുനിന്ന് കഴിക്കില്ലല്ലോ. അതാണല്ലോ തന്റെ ശീലം. നമ്മള് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ആളാണേ. അതെ, സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തണം. അങ്ങനെ ആമയോട് പറഞ്ഞേക്കുന്നേ. ആദ്യം പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. പിന്നെ ആ മുത്തപ്പന്റെ നമ്പർ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞു? ട്രൈ ചെയ്ത് നോക്കി. ആ പലിശക്കാരനും മുത്തപ്പനും കൂടി പറഞ്ഞതനുസരിച്ചാണെങ്കിലേ മോതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തെന്തോ ആണ്. കൊച്ചച്ഛൻ എന്നോട് അത് തന്നെയാ പറഞ്ഞത്. താൻ ഡയൽ ചെയ്ത് നോക്ക്. താന്ന് വിളിക്കേ. എന്റെ മൊബൈല് കാണുന്നില്ല. എടോ, അത് വണ്ടിക്കകത്ത് കാണും. ടെൻഷൻ അടിക്കണ്ട. ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എന്റെ ആമി എന്നെ വിളിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്റെ കൂടെയല്ല വന്നിരിക്കുന്നേ, അതെന്തായാലും ഉണ്ടാവില്ല. പുതുപ്പെണ്ണും പുതുചെറുക്കനും പോയ വഴിക്ക് ഒരമ്മയും ഒരമ്മായിമ്മയും അന്വേഷിക്കില്ല. അയ്യാടാ, നമ്മളെ ഹണിമൂൺ പോവാന്ന് വിചാരിച്ചിരിക്കുവായിരിക്കും. ദേ, അങ്ങനെ വല്ലതുണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. കുറെ നേരായിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ തനി സ്വഭാവം. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വന്നു വണ്ടി കയറി വരാൻ. നീ വന്നേ വാ ഇങ്ങോട്ട്. എന്തായാലും പുള്ളീനെ കണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നുണ്ട്. അന്വേഷിച്ചു നോക്കാം. ഇത് മുഴുവൻ അവരുടെ ഡീറ്റെയിൽസാ. പൈസ തന്നതിന്റെയും തരാത്തതിന്റെയും പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്.
അപ്പൊ അവര് സെറ്റിൽ ചെയ്യാതെയാണോ പോയത്? സെറ്റിൽ ചെയ്തു. ആര് സെറ്റിൽ ചെയ്തു? മാഡം, അത് ഞാനങ്ങ് സെറ്റിൽ ചെയ്തു. എന്തിന് നിങ്ങളത് സെറ്റിൽ ചെയ്യണം? അല്ല മാഡം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് സെറ്റിൽ ചെയ്തു എന്ന് വരുത്തി ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് എന്നെ അകത്താക്കുമെന്ന് ഇവന്റെ മുതലാളി പറഞ്ഞു. ഓ, അതുകൊണ്ട് പെണ്ണുമ്പിള്ളയുടെ സ്വർണം പണയം വെച്ച് ഞാൻ അതങ്ങ് സെറ്റിൽ ചെയ്തു സാറേ. മുത്തപ്പൻ നാട്ടുകാർക്ക് ഭയങ്കര സഹായിയാണല്ലേ? പിന്നെ അതുകൊണ്ടാണല്ലോ 10-25 ലക്ഷം രൂപ പലിശക്കാരൻ ദിനകരന്റെ മേടിച്ച് ഈ പറഞ്ഞവർക്ക് കൊണ്ടേ കൊടുത്തത്. പറ്റിപ്പോയി മാഡം. മുന്നും പിന്നും നോക്കാതെ ഞങ്ങളെ പൈസ സെറ്റിൽ ചെയ്തേ തന്നെ ഓർത്തിട്ടാ. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലേ? കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് CCTV ഫുട്ടേജ് എടുത്തു വെച്ചതാ. അപ്പോഴാ മുത്തപ്പനും സെറ്റിൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ പോലീസ് എൻക്വയറി വേണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ? അത് നിങ്ങളുടെ കയ്യിൽ ആ CCTVയുടെ ഫുട്ടേജസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഓ, കാണാലോ. പെട്ടെന്ന് എടുത്തു കൊടുത്തേ. ഇതാണ് ആള്. ഇതാണ് ആ പെൺകുട്ടി. ആള് തന്നെയല്ലേ? ആളിത് തന്നെയാണോ? അതെ. ഇത് ബാലു തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഇത് ബാലു തന്നെയാ. ബാലുവാ. ഇത് ഏത് ഡേറ്റാ? അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത് 3 മാസം മുമ്പ് എടുത്താ സാറേ. ഓക്കെ ഇതിലുണ്ട്. ആളിവിടുന്ന് മുങ്ങിട്ട് തന്നെ 2.5 മാസമായല്ലോ സാറേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണോ ഈ പെണ്ണിന്റെ കൂടെ ഉള്ളത്? അതെ, ആ ആള് തന്നെയാ. മുത്തപ്പ, ഞങ്ങള് മരിച്ചുപോയെന്ന് വിശ്വസിച്ചിരുന്ന ആ ആള് തന്നെയാ ഇത്. മരിച്ചുപോയെന്നു? നിങ്ങള് വീട്ടിൽ വന്നപ്പോ എന്റെ ആമി പറഞ്ഞില്ലേ മരിച്ചുപോയ മകനെ കുറിച്ച്? മരിച്ചുപോയ മകനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ആള് തന്നെയാ ഇത്. എന്തുവായി കേക്കുന്നേ? അതെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൃത്യമാണ് സാറേ, കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് കാണിച്ചേ. ഇത് നോക്ക്. എടോ, നമ്മള് ആമീനെ ഇത് അറിയിക്കണ്ടേ? വേണ്ട, ഇപ്പൊ അറിയിക്കണ്ട. പക്ഷെ ബാലു ഇങ്ങനെ. അതെ, ഈ പെൺകുട്ടി എനിക്കറിയാം. ആണോ? ചേട്ടൻ എങ്ങനെ അറിയാം? ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടതാ. ഈ മുടി വെട്ടിയ കുട്ടിയെ. എവിടെ വെച്ച്? കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ നമ്മുടെ റിസോർട്ടിന്റെ പണി നടക്കുന്നുണ്ട്. അവിടുന്ന് തിരിച്ച് കോഴിക്കോട് വഴി വരുമ്പോ വേങ്ങര ബൈപ്പാസിലൊരു ഹോട്ടലില്, ആ ഹോട്ടലിൽ ഞാൻ തങ്ങിയായിരുന്നു. സൗപർണിക ഹോട്ടൽ. ആ റിസപ്ഷനില് ഈ പെണ്ണിനെ ഞാൻ കണ്ടായിരുന്നു. ഈ കുട്ടി അവിടുത്തെ സ്റ്റാഫാണ്. ചേട്ടാ, ആ കുട്ടി തന്നെയാന്ന് കൺഫേം ആണോ? പറ. മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാളെ ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വേലുപോൽ ഹൃദയമായൊരാളെ. മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാളെ ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വെയിലുപോൽ ഹൃദയം
ചാരി പറയാതെ ഉള്ളിലുള്ള മൊഴികൾ തേടുവതിനെന്നോ ഒളിച്ച താളിനുള്ളിൽ തനിച്ചു വിരിഞ്ഞ പീലി കൊതിച്ച മനസ്സിനഴകു തോൽക്കുമോ ചിരികളേക്കിയോളി നിനക്കു മാത്രമായി വിരിപ്പു നിവർത്തിടുമ്പോൾ മതിവരാത്തൊരാരാവേകു പ്രണയമേകിയോനേ ഹൃദയമേകിയോനേ ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമോ പുലരി പോൽ വെയിലുപോൽ ഹൃദയമായൊരാളെ മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാളെ പ്രണയവർണ്ണങ്ങൾ 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 സമാധാനമായല്ലോ. ഇയാൾ എന്നെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നല്ലേ? വൈകുന്നേരത്തിന് മുന്നേ വീട്ടിൽ ചെല്ലുന്ന ഇയാളല്ലേ അമ്മയെ വിളിച്ചു പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ വേറെ ഡ്രസ്സെങ്കിലും എടുത്തു വെക്കുമായിരുന്നു. ഓ, തനിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ മേടിച്ചു തന്നാ പോരെ? അയ്യടാ, പൊടവ മേടിച്ചു തരാൻ നിൽക്കുന്നു. എനിക്കാരും ഒന്നും മേടിച്ചു തരൊന്നും വേണ്ട. പുറവെയല്ലോ വണ്ടി ഒന്ന് എടുത്തേ. കടലിൽ പിടിച്ച് മുക്കും ഞാൻ. കടലിൽ ഞാനൊന്ന് മുങ്ങിയതാ. ഇനി ആരും എന്നെ മുക്കൊന്നും വേണ്ട. വണ്ടി എടുത്ത്. അതെ, ഒന്ന് ഇറങ്ങി ചോദിക്കും. അറിയാന്ന് പറയുന്ന പെണ്ണ് അവിടെ എങ്ങാനും ഉണ്ടോന്ന്. എടോ, ഇപ്പൊ സമയത്രേ? മണി 10 കഴിഞ്ഞു. ഈ നേരത്തെ ഒരു ഹോട്ടലിൽ ചെന്നിങ്ങനെ എൻക്വയറി നടത്തുന്നത് ശരിയാണോ? അല്ല, പിന്നെ എന്തിനായിരുന്നു വന്നത്? ആളുണ്ടോന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വീട്ടിൽ പോവാല്ലോ. ആര് വണ്ടി ഓടിക്കും? താൻ ഓടിക്കോ? അതെ, എന്തായാലും ഞാൻ ഓടിക്കത്തില്ല. രാവിലെ തുടങ്ങിയ സർക്കസാ. എൻക്വയറി ഒക്കെ നാളെ രാവിലെ. റൂം കിട്ടുമോ നോക്കട്ടെ. റൂം എടുക്കാനോ? ഒന്നും പറ്റത്തില്ല. എന്റെ റൂം എടുക്കാതെ വണ്ടി തന്നെ കിടക്കോ നീ? അതെ, എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ് ഒന്നും ഇല്ലെന്ന് അറിയാലോ. എന്തായാലും താൻ വാ. എന്തായാലും വഴിയുണ്ടോ നോക്കാം. ഇറങ്ങ്. നല്ല പീസല്ലേ? ജസ്റ്റ് വൺ ഡേ. ഫാമിലിയാണോ സാർ? പിന്നെ ഫാമിലിയാ. ന്യൂലി മാരീഡ്. ഇവിടെ സ്യൂട്ട് റൂം മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഒരു സിംഗിൾ റൂം കൂടി തരാനുണ്ടാവോ? അല്ല, ഫാമിലി എന്ന് പറഞ്ഞിട്ട്? അല്ല, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതിനിവിടെ മോർണിംഗ് ലോണ്ടറി ഉണ്ട്, അവിടെ കൊടുക്കാം. എവിടെയാ സൈൻ ചെയ്യണ്ടേ? സാർ, ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഡീറ്റെയിൽസ് എഴുതിക്കോളൂ. ഓക്കെ. ഫാമിലി ആയിട്ട് വന്നിട്ട് 2 റൂം ചോദിക്കുന്നത് മോശം ഏർപ്പാടല്ലേ സാറേ? സാറിന് ID കാർഡൊന്നും കാണിക്കണം.